ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ, പുണ്യനബി തങ്ങളുടെ മുമ്പിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കുന്നവർ ഹബീബിനെ വീക്ഷിക്കുമായിരുന്നു. തങ്ങൾ എന്താണ് പറയുന്നത്, അവിടെ നിന്ന് എന്താണ് ഉരിയാടുന്നത്? കാരണം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനഹ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. പുണ്യനബി തങ്ങളെന്ന് പറയുന്ന ലോകത്തിന്റെ ഗുരുവിനെ, അള്ളാഹുവിന്റെ ഹബീബിനെ, പ്രോജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രകാശധാരയെ, ഇരുളിന്റെ ഘനീഭവിച്ച ഇരുൾക്കട്ടകൾക്കിടയിൽ നിന്നുകൊണ്ട് പ്രകാശത്തിന്റെ ദീപ്തമായൊരു ലോകം തീർത്ത ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തറിയുമ്പോഴാണ് ഇസ്ലാമിന്റെ ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. ഈ ദീനിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ പുണ്യനബിയെ മനസ്സിലാക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഓരോരോ ചലനവും നമുക്ക് മാതൃകയാണ്. 40 വയസ്സിന് ശേഷം നുബുവത്ത് കിട്ടിയിടം മുതൽ പുണ്യനബി ഉരുയാടിയത്, അവിടുന്ന് സമ്മതിച്ചത്, അംഗീകാരം നൽകിയത്, അരുതെന്ന് പറഞ്ഞത്, ചെയ്യണമെന്ന് പറഞ്ഞത്, ചെയ്തു കാണിച്ചത്, സ്വഹാബിമാരെ അവർ ചെയ്ത പ്രവൃത്തികളെ എവിടെന്ന് അംഗീകരിച്ചത്, എല്ലാം ദീനിന്റെ ഭാഗമാണ്, ശരീഅത്തിന്റെ ഭാഗമാണ്. കാരണം എന്തെന്നറിയോ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ പുണ്യനബി സംസാരിക്കില്ല, സംസാരിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നൽകുന്ന വഹയാണ് സംസാരിക്കുന്നത്. അവിടുന്ന് ഇഷ്ടപ്പെടുന്നതല്ല പറയുന്നത്. അല്ലാഹു ഹബീബിനെ അറിയിച്ചു കൊടുക്കുന്ന അറിവുകളാണ് ആ പുണ്യമായ രസനയിലൂടെ, ജിഹ്വയിലൂടെ ലോകം കേൾക്കുന്നത്. സ്വഹാബിമാർ ഹബീബിനെ അതിരറ്റ് സ്നേഹിച്ചു. അവരുടെ കൂടെ കഴിഞ്ഞവരാ നബി തങ്ങൾ. പക്ഷേ കൂടെ നിന്ന നാട്ടുകാര് ഒരാൾക്ക് കൊടുക്കുന്ന അംഗീകാരം അതൊരു വലിയ അംഗീകാരമാണ്. അതൊരു സുഹൃതത്തിൻ്റെ അടയാളമാണ്. അതൊരു മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ്. നാട്ടുകാർ, കൂടെ പഠിച്ചവർ, കൂടെ കളിച്ചു വളർന്നവർ, തങ്ങളിൽ നിന്ന് ഒരാൾക്ക് അള്ളാഹു ഒരു മഹത്വം നൽകുമ്പോൾ ആ മഹത്വത്തെ അംഗീകരിക്കാൻ കഴിയുന്ന വിധം അനുസരണയും ബഹുമാനവും ആ ഒരു മനുഷ്യനോട് നാട്ടുകാർ കാണിക്കുമ്പോൾ നമ്മൾ എത്ര കൗതുകത്തോടു കൂടെയാണിത് കാണുന്നത്. അത് വലിയ അത്ഭുതമാണ്. ചിലപ്പോൾ നാട്ടിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ, ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയും, ഇവിടുന്ന് കർണാടകത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, ഇവിടുന്ന് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് ആൾക്കാർ വരുന്നത്, ഇവിടെ വരുന്നവർ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. നാട്ടുകാർക്കൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല എന്ന് പറയും. സത്യത്തിൽ അങ്ങനെ അല്ല വേണ്ടത്. നാട്ടുകാരും പുറമേയുള്ളവരും. പുണ്യനബി ജീവിച്ചത് മക്കയിലാണ്. ചെറുപ്പം മുതൽ അവിടെ തന്നെയാ നബിയാകുന്നത്, വേറെ നാട്ടിൽ പോയിട്ടല്ല. അതാലോചിക്കണം. എന്നിട്ട് സ്വന്തം കൂടെ നടന്ന ആളുകൾ ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കുക. ആര്? ഹബീബിന്റെ എളാപ്പയായിരുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹു. ഹംസ തങ്ങള് പുണ്യനബിക്ക് വേണ്ടി വഫാത്താവാൻ റെഡിയായി നിൽക്കുക. ഹബീബിന് വേണ്ടി ആര്? സ്വന്തം എളാപ്പ. ആലോചിച്ചു നോക്കൂ. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പുണ്യനബിയുടെ എളാപ്പയാണ്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് നല്ല ശബ്ദമായിരുന്നു എന്നാ പറയാം. 1.5 മൈല് എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്ററോളം ദൂരത്തേക്ക് മഹാനവറുകളുടെ ശബ്ദം കേൾക്കുമായിരുന്നു. ഒരു മൈക്കിൻ്റെ ആവശ്യമില്ല, അങ്ങ് പറഞ്ഞാൽ തന്നെ കേൾക്കുമായിരുന്നു. അബ്ബാസ് എന്നവരോട് ചോദിച്ചു, അബ്ബാസ് എന്നവരെ, നിങ്ങളാണോ ഹബീബായ നബി തങ്ങളാണോ വലുത് എന്ന് ചോദിച്ചു. ആരാ മൂത്തത് എന്നാ ചോദിച്ചത്. അൻത അക്ബർ അം ഹുവ, നിങ്ങളാണോ വലുത് അതോ നബിയാണോ? അപ്പൊ അക്ബർ എന്ന് പറയുമ്പോൾ പ്രായം കൂടിയ ആൾക്കും അക്ബർ എന്ന് പറയും, വലിയ ആൾക്കും പറയും. നിങ്ങളാണോ മൂത്തത് എന്നാ ചോദിച്ചത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് മനോഹരമായൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഹുവ അക്ബറു മിന്നി വലാകിന്നി ഉലിതു ഖബ്ല.
എന്നെക്കാളും വലുത് നബിതങ്ങൾ തന്നെയാണ്. പക്ഷെ അവരുടെ മുമ്പ് ഞാൻ ജനിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ എന്നെക്കാളും വലുത് അവർ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അക്ബറു മിന്നി വലാകിന്നി ബുലിത്തു ഖബ്ല. പ്രായം കൊണ്ട് വലുത് അബ്ബാസ് എന്നവർ തന്നെയാണ്. പക്ഷെ അവിടെ പറയുമ്പോൾ എൻ്റെ നബിയാണ് വലുത്. ഇത് ഒരു വ്യക്തിക്ക് നാട്ടുകാരും വീട്ടുകാരും കുടുംബവും കൊടുക്കുന്ന അംഗീകാരം. അത് മാത്രം പോരെ പുണ്യനബി ആരാണെന്ന് മനസ്സിലാവാൻ. നമ്മൾ പറയും ദ്വീപിന്ന് വന്നതാ, അല്ലെങ്കിൽ പറയും അന്തമാനെന്ന് വന്നതാ, കുറേ കാലം വേറെ എവിടെയോ ആയിരുന്നു, അവിടെ നിന്ന് പിന്നെ നാട്ടിലേക്ക് എത്തിയതാ. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ആളുകളുണ്ടാകാം. അത് തെറ്റൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതുപോലെ അല്ലല്ലോ ജനിച്ചു വളർന്ന നാട്ടിൽ ഒരു മനുഷ്യന് മഹത്വം കിട്ടുന്നത്. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. ഹബീബിനോട് അങ്ങനെയാ നാട്ടുകാർ പറയാ. വാപ്പയും ഉമ്മയും അന്ന് ഓരോരുത്തർക്കും അന്നും ഇന്നും എന്നും വലുതാണ്. പടച്ചതമ്പുരാൻ കഴിഞ്ഞാൽ, പുണ്യനിബിതങ്ങൾ കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കടപ്പാടുള്ളത് സ്വന്തം ഉപ്പയോടും ഉമ്മയോടുമാണ്. ഹബീബിനോട് സംസാരിക്കുമ്പോൾ എന്താ സ്വഹാബികൾ പറയാന്നറിയോ? ഫിദാക അബീ വ ഉമ്മി. അങ്ങേക്ക് വേണ്ടി നബിയെ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എനിക്ക് നഷ്ടമായാൽ പോലും പ്രശ്നമല്ല, അങ്ങെനിക്ക് നഷ്ടമാവരുത്. ആ ഒരു സ്നേഹം ജനങ്ങളുടെ കൽബിൽ കിട്ടുമ്പോൾ ആരായിരുന്നു പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴല് പോലെ ഹബീബിൻ്റെ കൂടെ ജീവിച്ച സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. നിബിതങ്ങളെക്കാളും 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, 2 വയസ്സിന് താഴെയാണ്. എന്നാലും അല്ലാഹുവിൻ്റെ ഹബീബിനോട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ എന്നാണ് 2 വയസ്സിലും മാത്രം മുതിർന്ന പുണ്യ നബിയെ വിളിക്കുന്നത്. ചങ്ങാതിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങാതിമാരെ വിളിക്കൂലേ, പേര് വെച്ച് വിളിക്കൂലേ, ഓമന പേര് വിളിക്കും, നാട്ടുകാരിട്ട പേര് വിളിക്കും. ഹബീബിനെ അവരൊക്കെ വിളിച്ചത് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങളെ ജീവനോളം സ്നേഹിച്ച ഹബീബിന്റെ ഭാര്യമാർ അവരാരും യാ സൗജി, എൻ്റെ ഭർത്താവേ എന്ന് നബി തങ്ങളെ വിളിച്ചില്ല, വിളിച്ചത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരേ. അങ്ങനെ വിളിക്കണമെങ്കിൽ നബിതങ്ങൾക്ക് അള്ളാഹു നൽകുന്നൊരു മഹത്വം അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ ആ വിളിക്കുന്നത്. അപ്പോഴല്ലേ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. ലാ തജ്അലൂ ദുആഅ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ. നിങ്ങളാരും പരസ്പരം കൂട്ടുകാരെ വിളിക്കുന്ന പോലെ, ഹബീബിൻ്റെ സമപ്രായക്കാരാണെങ്കിലും ഹബീബിനേക്കാൾ മുതിർന്നവരാണെങ്കിൽ പോലും നിങ്ങളാരും പേര് വിളിച്ച് ഒരാളെ അഡ്രസ്സ് ചെയ്യുന്ന പോലെ എൻ്റെ ഹബീബിനെ വിളിക്കാൻ പാടില്ല. യാ റസൂലല്ലാഹ് ഇതേ വിളിക്കാൻ പാടുള്ളൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത് من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم. അങ്ങ് ഉച്ചനേരം വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ വിശ്രമത്തിൻ്റെ സമയം പരിഗണിക്കാതെയും അങ്ങ് തളർന്നു കിടക്കുകയാണ്, ഹബീബിനെ ഉണർത്തി വിഷമിപ്പിച്ചുകൂടാ എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങ് ഉണരുന്നവരെ വീടിൻ്റെ മുറ്റത്ത് കാത്തിരിക്കേണ്ടതിന് പകരം അവർ എത്രയായിരം കിലോമീറ്ററുകൾ താണ്ടി അങ്ങയെ കാണാൻ വന്നവരാണെങ്കിൽ പോലും നബിയെ, എത്ര ദൂരത്ത് വന്നവരാകട്ടെ, അങ്ങയുടെ വിശ്രമം അവരുടെ ക്ഷീണത്തെക്കാളും അങ്ങയുടെ വിശ്രമത്തിനാണ് അവർ മുൻഗണന കൊടുക്കേണ്ടത്. കാരണം ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല, അങ്ങ് പകലന്തിയോളം ഉമ്മത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ച് തളർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് നബിതങ്ങളെ
അങ്ങ് കിടന്നുറങ്ങുമ്പോൾ ഉച്ചനേരത്തെ നട്ടുച്ചനേരം പുണ്യനബി ഒരൽപ്പനേരം വിശ്രമിക്കാൻ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് നേരമില്ല, ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾക്ക് തിരക്കുണ്ട്, അതുകൊണ്ട് നബിയോട് ചോദിക്കാനുള്ള ചോദ്യം, തങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട മസ്അലകൾ ഇപ്പോഴേ ചോദിച്ച് ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. അതുകൊണ്ട് ഹബീബിൻ്റെ ഉറക്കം വിഷമിപ്പിച്ചുകൊണ്ട് യാ മുഹമ്മദു, മുഹമ്മദ് നബിയേ എന്ന് ഹബീബിൻ്റെ പേര് വിളിച്ച് അങ്ങയുടെ റൂമിൻ്റെ ബാക്കിൽ വന്നുകൊണ്ട് അങ്ങയെ വിളിച്ച ആളുകൾ അക്സറുഹും ലാ യഅഖിലൂൻ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സവിശേഷ ബുദ്ധി പോലും അവർക്കില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അവരല്ലേ നബി തങ്ങളെ കാത്തിരിക്കേണ്ടത്. വലൗ അന്നഹും സ്വബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. നബിയേ, അങ്ങയുടെ വിശ്രമം കഴിഞ്ഞ് അവർക്കിടയിലേക്ക് അങ്ങ് നടന്നു വന്ന് അവർക്കിടയിലേക്ക് അങ്ങ് ഇറങ്ങി വരുന്നതുവരെ അവരെ കാത്തിരിക്കുകയായിരുന്നുവെങ്കിൽ അതായിരുന്നല്ലോ അവർക്ക് നന്നായിരുന്നത്. എന്തേ അങ്ങയുടെ ഉറക്കവർ വിഷമിപ്പിച്ചു കളഞ്ഞത്? എന്തിനെ അങ്ങയുടെ വിശ്രമം അവർ ഇല്ലാതെയാക്കിയത്? ചെയ്യാൻ പാടില്ലായിരുന്നു. സൂറത്തിറങ്ങാണ്, സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തുകൾ ഇറങ്ങാൻ. എന്തിനെന്നറിയോ? നബി തങ്ങളുടെ പേര് വിളിച്ചു. നബി തങ്ങൾ ഉച്ചനേരം വിശ്രമിക്കുന്ന നേരത്ത്. ഇങ്ങനെ ഒരു ബഹുമാനം ഹബീബിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ ബഹുമാനം എത്രയാണതിൻ്റെ ആഴമെന്നറിയണമെങ്കിൽ ഹബീബിൻ്റെ അവസാനത്തെയും ആദ്യത്തേതുമായ ഹജ്ജ്, അതാണ് ഹജ്ജത്തുൽ വിദാ. ഒരു വെള്ളിയാഴ്ച ദിവസം അറഫ ദിനം വന്ന ഹജ്ജുൽ അക്ബറായിരുന്നു അത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഹബീബിന്റെ ഖസ്വ എന്ന ഒട്ടകപ്പുറത്ത് 1,24,000 ആളുകൾ അണിനിരന്ന അറഫ മൈതാനം. ആലോചിക്കണം, ആ അക്കത്തിനൊരു പ്രത്യേകത ഉണ്ട്. 1,24,000 സ്വഹാബിമാർ. എത്ര അമ്പിയാക്കന്മാരാ ലോകത്ത് വന്നത്? 1,24,000 തന്നെ. എത്ര പ്രവാചകന്മാരാണോ ആദം നബി അലൈഹിസ്സലാം മുതൽ പുണ്യനബി തങ്ങൾ വരെയുള്ള പ്രവാചക ശൃംഖലയിൽ വന്നത്? 1,24,000. അത്ര തന്നെ അനുയായികൾ ഹബീബിൻ്റെ കൂടെ ഹജ്ജിന് വന്നിട്ടുണ്ട്. അക്കത്തിന് പ്രത്യേകത ഉണ്ട്. ഓരോ പ്രവാചകനും ലോകത്ത് ചെയ്തു പോയ ദൗത്യം പോലെയുള്ള ദൗത്യമാണ് ഈ ഹബീബിൻ്റെ അനുയായികളിൽ, ശിഷ്യന്മാരിൽ 1,24,000 ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ളത്. ഇസ്മഊനി, എന്നെ കേൾക്കണേ. അങ്ങനെ നബി തങ്ങൾ പറയാറില്ല, വളരെ കുറവാണ്. അന്ന് വിദാഇന്റെ വിടവാങ്ങലിൻ്റെ ആ ദിവസം പുണ്യനബി പറഞ്ഞു, അത് അല്ലാഹു ഇസ്ലാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. പൊട്ടിക്കരച്ചിൽ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആളുകളൊക്കെ ചോദിച്ചു, മാ ബാലു ഹാദ ശൈഖ്, ഈ പ്രായമായ മനുഷ്യന് എന്താ പറ്റിയത്? ഇസ്ലാം പൂർണ്ണമായി എന്ന് പറയുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇസ്ലാം പൂർത്തിയായില്ലേ? 23 വർഷം ത്യാഗത്തിൻ്റെ, താടന പീഡനങ്ങളുടെ, ക്ഷമയുടെ ദീർഘമായ അധ്യായങ്ങൾ തീർത്ത്, പടയോട്ടങ്ങൾ കഴിഞ്ഞ്, ത്യാഗത്തിൻ്റെ യാത്രകൾ കഴിഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ അനുയായികളോട് ഇസ്ലാം പൂർണ്ണമായിരിക്കുന്നു എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിശബ്ദമായ സദസ്സ്. ആലോചിച്ച് നോക്കി, 1,24,000 ആരും അവിടെ സംസാരിക്കുന്നില്ല. എല്ലാവരും മൗനികളാണ്. എല്ലാവരും സൈലൻസ്. ആരും സംസാരിക്കുന്നില്ല. وَأَتْمَمْتُ عَلَيْكُمْ نِعْمَتِي وَرَضِيتُ لَكُمُ الْإِسْلَامَ دِينًا. ഒരു ജൂതനാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു കൊടുത്തത്, യാ അമീറൽ മുഅ്മിനീൻ, മുസ്ലിമീങ്ങളുടെ നേതാവായ അമീറേ, ആയത്തുൻ ഫീ കിതാബിക്കും ലൗ നസലത് അലൈനാ മആശിറൽ യഹൂദ് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. നിങ്ങളുടെ ഖുർആനിൽ നിങ്ങൾ ഓതുന്ന ഒരു ആയത്തിറങ്ങിയ ദിവസം, അത് ഞങ്ങൾ ജൂതന്മാർക്കായിരുന്നു ഇറങ്ങിയിരുന്നതെങ്കിൽ ആ ദിവസം ഞങ്ങൾ
ആഘോഷപൂർവ്വം പെരുന്നാളായി കൊണ്ടാടുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, ജൂത സഹോദര, ഏത് ആയത്തിന്റെ കഥയാ നിങ്ങൾ ഈ പറയുന്നത്? അയാൾ ഓതി കൊടുത്തു, നിങ്ങളുടെ ഖുർആനിലില്ലേ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം സമ്പൂർണ്ണമായിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇസ്ലാം ലോകാവസാനം വരെ വരുന്ന മനുഷ്യ മക്കൾക്ക് എന്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഒറിജിനൽ ഇൻ്റലിജൻസോ എന്തോ ഏതെല്ലാം തരത്തിലുള്ള അഭിനവ പുരോഗതികളിലൂടെ ലോകം കടന്നുപോയാലും മനുഷ്യൻ്റെ ശ്വാസം വലിക്കുന്നവരെ ഈ ഭൂമിയിൽ നടന്നു നീങ്ങുന്ന മനുഷ്യന് ഇതിനോളം മനോഹരമായൊരു തത്വസംഹിത ഇല്ല കേട്ടോ. ഇത് മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ ജീവിത പദ്ധതിയാണ്. അതിവിടെ ഖിതാമ് കുറിക്കുകയാണ്, അന്ത്യപ്രവാചകർ അത് പ്രഖ്യാപിക്കുകയാണ്. അമൃതങ്ങൾ പറഞ്ഞു, എനിക്കറിയാമത്. ഇന്നി ലഅലമു ഐന നസലത് വമതാ നസലത്, എന്നാണത് ഇറങ്ങിയത്, എവിടെ വെച്ചാണത് ഇറങ്ങിയത് എന്ന് എനിക്കറിയാം. അതൊരു അറഫാ ദിനം, അതൊരു വെള്ളിയാഴ്ച ദിവസം പുണ്യനബി ഖുത്ബത്തുൽ വിദാ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. ആ ദിവസം ഞങ്ങൾക്ക് പെരുന്നാൾ തന്നെയായിരുന്നു, ഞങ്ങളുടെ പെരുന്നാളായിരുന്നുവെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാം. സിദ്ദീഖ് തങ്ങൾ പൊട്ടിക്കരഞ്ഞു, കുറേ ആൾക്കാർ കൂടെ കരഞ്ഞു. എന്തിനാണ് സിദ്ദീഖ് എന്നവർ കരയുന്നത് പോലും അറിയില്ല, എന്തിനാ കരയണതെന്ന് അറിയില്ല. ആ കരച്ചിൽ കണ്ടപ്പോൾ ഞങ്ങളൊക്കെ കരഞ്ഞു. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, എന്തിനാണാവോ ഇസ്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോൾ സന്തോഷിക്കേണ്ട, ദഫ് മുട്ടേണ്ട ഒരു നേരത്ത് എന്തിനാണ് ഈ കരച്ചിൽ? അവർ പറഞ്ഞു, നബിയേ, അങ്ങയുടെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്ന് കരയുകയാണ്. ഒരു മൈക്കില്ലാത്ത കാലം, ഉച്ചഭാഷിണികളില്ലാത്ത കാലം, അറഫ മൈതാനത്തെ ജബലുർ റഹ്മ എന്ന് പറയുന്ന കൊച്ചു കുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നൂറുകണക്കിന് മുബല്ലിഗുമാർ ഹബീബിൻ്റെ സംസാരം ബാക്കിലോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിന്റെ താഴ്വാരത്ത് കിടക്കുന്നുണ്ട്, പൊട്ടി കരയുന്നു. സലൂഹു മാദാ യുബ്കി, എൻ്റെ സിദ്ദീഖിനോട് തന്നെ നിങ്ങൾ ചോദിച്ചോളൂ, എന്തിനാണാവോ കരയുന്നത് എന്ന്. സിദ്ദീഖ് തങ്ങളോട് ജനങ്ങൾ ചെന്ന് ചോദിച്ചു, സിദ്ദീഖേ, എന്തിനാണ് അങ്ങ് കരയുന്നത്? ആരാ? സ്വന്തം കൂടെ നടന്ന കൂട്ടുകാരൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ആ ഹബീബിന്റെ മഹത്വം നമ്മൾ അറിയേണ്ടത്. എന്തിനാ കരയുന്നത്? ഒന്നുമല്ല, ജീവനോളം സ്നേഹിച്ച സാഹിബുഹു ഫിൽ ഗാർ, നബി തങ്ങളോടുകൂടെ ആ ഒരു ഗുഹയിൽ ഹബീബിന്റെ കൂടെ താമസിച്ച് ജീവന് ഭീഷണിയായിരുന്നിട്ട് പോലും ഞാൻ അങ്ങയുടെ കൂടെ വരട്ടെ എന്ന് ചോദിച്ച് വന്നോളൂ സിദ്ദീഖേ എന്ന് പറഞ്ഞപ്പോ ആ സമ്മതം, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, എനിക്ക് കൂടെ വരാൻ ആഗ്രഹമുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോ കൂടെ വന്നോളൂ എന്ന സന്തോഷത്തിന്റെ വാക്ക് കേട്ടപ്പോ ജീവൻ പോകുന്ന ആ യാത്രയിൽ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിന് പൊട്ടിക്കരഞ്ഞ് സന്തോഷിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരോടായി സ്നേഹം കാണിച്ചതെന്നറിയോ? ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരാളോടല്ല, സ്വന്തം കൺമുമ്പിൽ കൂടെ കളിച്ചു ചിരിച്ചു വളർന്ന, എന്നാൽ 40 വയസ്സായപ്പോ കൂടെയുള്ള സമകാലികരായ എല്ലാവരെക്കാളും മീതേക്കുയർന്ന ഒരന്ത്യപ്രവാചകന് വേണ്ടി കരഞ്ഞ കരച്ചിലാണത്. അങ്ങനെ കൂട്ടുകാർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കൂട്ടുകാർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നമ്മുടെ കൂടെ അങ്ങനെ നടന്നിട്ട് ഒരു സുപ്രഭാതത്തെ വലിയ മഹാനായി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്തെങ്കിലും പഴയ കാലത്തെ കഥ പറയൂലേ? നാട്ടുകാർ വിടുവോ? പുണ്യനബിയെ കുറിച്ചൊന്നും അവർക്ക് പറയാനുണ്ടായില്ല. അതല്ലേ ഹബീബിന്റെ മഹത്വം. ഒരു കുറ്റവും പറയാനുണ്ടായില്ലല്ലോ. ഇദാ തമ്മ അംറുൻ ബദാ നഖ്സുഹു, ഏതെങ്കിലും ഒരു കാര്യം പൂർത്തിയായാൽ അതിൻ്റെ ന്യൂനത വെളിവായിക്കൊണ്ടിരിക്കും. ഒരു കാര്യം പൂർത്തിയായാൽ പിന്നെ അതിൻ്റെ ന്യൂനത വെളിവാകും. വീടുപണി നടക്കുമ്പോൾ അങ്ങനെ നടക്കും. തേപ്പ് കഴിഞ്ഞു, പെയിൻ്റ് അടിച്ചു, പണിയൊക്കെ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ ഇവിടെ പൊട്ടലുണ്ടല്ലോ, ഈ മരത്തിനൊരു ഓട്ടമുണ്ടായിരുന്നല്ലോ, ഇവിടെ ടൈല് വെച്ചത് ശരിയായിട്ടില്ലല്ലോ.
ആ തുടക്കത്തിൽ ആ വളർച്ചയിൽ ഇത് കാണൂല. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ന്യൂനതകൾ കണ്ടു തുടങ്ങുന്ന, പിന്നെ ക്രാക്ക് വരും, പിന്നെ തേപ്പ് പൊട്ടും, പിന്നെ ചെതല് കയറും. ഇദാ തമ്മ അംറുൻ ബദാന ഖുസുഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടിയാണ്, ഇസ്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടം അതിൻ്റെ ശേഷം വരാനുണ്ട്. ആ നഷ്ടം ഹബീബ് ലോകത്തുനിന്ന് യാത്രയാകും. ഇസ്ലാം പൂർത്തിയായില്ലേ, തങ്ങളുടെ ദൗത്യം അവസാനിച്ചു. ദൗത്യം തീർന്നാൽ തങ്ങൾ പോകും. ഇത് തങ്ങൾ മരണപ്പെടും എന്ന് പറയുന്ന സൂചനയാണ്. ആര് മനസ്സിലാക്കി? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനാണ് ഈ കരയുന്നത്. ഇസ്മഊനി, എന്നെ കേൾക്കണേ, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മഖാമി ഹാദാ. ഒരുപക്ഷേ ഇനി ഒരിക്കലൂടെ ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെ അടുത്തൊരു കൊല്ലം കാണാൻ ഞാൻ ഉണ്ടാവണമെന്നില്ല, ഞാൻ പോവുകയായിരിക്കും. ലഅല്ല റസൂല റബ്ബി അതീനി, അല്ലാഹുവിൻ്റെ ദൂതൻ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം എൻ്റെ റൂഹിനെ പിടിക്കാൻ വരും. ഫഉജീബ റസൂല റബ്ബി, അല്ലാഹുവിൻ്റെ ദൂതനായ മലക്കിന് എനിക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. ഇതങ്ങട്ട് പറഞ്ഞപ്പോൾ 1,24,000 വരുന്ന ആളുകൾ മുഴുവനും തേങ്ങിക്കരഞ്ഞു. ആർക്ക് വേണ്ടി? തങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച ഒരു മഹാന് വേണ്ടി. അതാണ് ഹബീബിൻ്റെ മഹത്വം സ്വല്ലല്ലാഹു. അതവർക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇവിടെ ഇരുന്നിട്ട് ഒരു ചുക്കും പഠിക്കാതെ ആരായിരുന്നു മുഹമ്മദ് നബി എന്ന് ചോദിക്കുന്ന മണ്ടന്മാർ എന്തറിഞ്ഞു? ഒരു ചരിത്രം പഠിച്ചോ? ഹബീബിൻ്റെ ബയോഗ്രഫി വായിച്ചോ? ഹബീബിൻ്റെ ജീവിതം പഠിച്ചോ? ഏതെങ്കിലും ഓറിയന്റലിസ്റ്റുകാരൻ എഴുതിവിട്ട അസഭ്യങ്ങൾ മാത്രം വായിച്ചിട്ട് ചാനലിലും അല്ലാത്തിടത്തും വന്നിരുന്നിട്ട് യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കിയിട്ട് വിടുക. എന്തിന്? ഉമ്മത്തിനെ വേദനിപ്പിക്കാൻ. അവരെന്തെങ്കിലും കഥ അറിഞ്ഞോ? ആരായിരുന്നു പുണ്യനബി സ്വല്ലല്ലാഹു. അങ്ങനെ സ്നേഹിക്കാൻ മാത്രം, അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി വരാൻ മാത്രം ഹബീബിൻ്റെ വ്യക്തിത്വത്തിന് പ്രഭാവം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് പോരെയോ? ഹബീബിൻ്റെ മഹത്വം അറിയാൻ അത് മാത്രം പോരെ? അങ്ങനെ ഒരു സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, ഒരു മഹല്ലിൽ ഒരു 50 കൊല്ലം ഒരു ഉസ്താദ് സേവനം ചെയ്ത് പ്രസംഗിച്ചും വേദ പറഞ്ഞും ദർസ് നടത്തിയും നാട്ടിലെ കുട്ടികളൊക്കെ എല്ലാവരെയും വിളിച്ചുകൂട്ടിയൊക്കെ അവരുടെയൊക്കെ കൂടെ നടന്ന് ഒരു മഹല്ലിനെ സംസ്കരിക്കാൻ 50 കൊല്ലം ഒരു ഖത്തീബ് പരിശ്രമിച്ചു എന്ന് സങ്കല്പിക്കുക. എത്രയോ നാടുകളിലുണ്ട്. ആ 50 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് ഒരു മഹല്ലിലെ ഒരു 400, 500, 600 വീട്ടിൽ, ആ 600 വീട്ടിലെങ്കിലും മാറ്റമുണ്ടാക്കാൻ 50 കൊല്ലം കൊണ്ട് കഴിയാറുണ്ടോ? ഇത് 50ഉം 500ഉം 5000ഉം വീടുകളല്ല. 1.6 ബില്യൺ മുസ്ലിംസ് ഓൾ അക്രോസ് ദ വേൾഡ്. അവരുടെ മനസ്സുകളെ ഇന്നും ത്രസിക്കുന്ന ആ ഒരു തുടിപ്പ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എത്ര കൊല്ലം കൊണ്ട്? 23 കൊല്ലം. എങ്ങനെ? പരസ്പരം അടിച്ചു പിരിഞ്ഞിരുന്ന ആളുകൾ വാരിപ്പുണർന്ന് സ്നേഹിക്കാൻ മാത്രം അവരെ മാറ്റിയെടുത്തത് 23 കൊല്ലം കൊണ്ടൊരു നാടല്ല, ജസീറത്തുൽ അറബ് മാത്രമല്ല, പരിസര രാജ്യങ്ങൾക്ക് പോലും മാറ്റങ്ങളുണ്ടായി ഒരു വ്യക്തിയുടെ പ്രവർത്തനം കൊണ്ട്. അതുപോരെ ഹബീബ് ആരാണെന്ന് മനസ്സിലാക്കാൻ. സാധാരണ മനുഷ്യന്മാർക്ക് കഴിയോ? അത് 23 കൊല്ലം കൊണ്ട് ലോകത്തിൻ്റെ 1/3 വരുന്നൊരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ. أخوك عيسى دعا ميتا فقام له وأنت أحييت أجيالا من الرمم. അങ്ങയുടെ സഹോദരനായ ഈസ നബി അലൈഹിസ്സലാം, ഈസ ഇബ്നു മറിയം അലൈഹിമുസ്സലാം, മറിയം ബീവിയുടെ പുത്രനായ ഈസാ നബി അലൈഹിസ്സലാം, അഹ്യാ അഖൂക ഈസാ ദഅ മൈതൻ ഫഖാമ ലഹു വഅൻത അഹ്യൈത അജ്യാലൻ മിനർ റിമമി. മരിച്ചുപോയ മയ്യിത്തിനോട് ഖും ബിഇദ്നില്ലാ,
അള്ളാന്റെ അനുമതിയോടുകൂടെ എണീക്ക് മയ്യിത്തേ എന്ന് പറഞ്ഞപ്പോ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു ദഅവത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് മയ്യിത്തുകൾ എഴുന്നേറ്റിട്ടുണ്ട്. അത് വിരലിലെണ്ണാവുന്ന മയ്യിത്തുകളാണ്. അത് വലിയൊരു അത്ഭുതമാണ് എന്ന് പറയുമ്പോ മണ്ണായി തുരുമ്പിപ്പോയ ശവസംസ്കാരങ്ങൾ കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഉണങ്ങിപ്പോയ ഇല്ലായ്മയിലേക്ക് അസ്തിത്വം പോലും ധാർമ്മികതയുടെ എല്ലാ അടയാളങ്ങളും തേഞ്ഞുമാഞ്ഞു പോയ എത്ര സമുദായങ്ങളെയാണ് നബിയെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. മരിച്ച 1-2 വ്യക്തികളെയല്ല, സംസ്കാരം ചത്തുപോയ ആളുകളെ എത്രയാണ് നബിയെ അങ്ങ് ലോകത്തേക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ അങ്ങയുടെ മഹത്വം മനസ്സിലാക്കാൻ ആണ് നമ്മുടെ ഹബീബ്, ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു ചൊല്ലിക്കോളൂ, സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ആ ഹബീബിനോടുള്ള സ്വലാത്തും സലാമും നമ്മുടെ മനസ്സിൽ നിന്ന് ഹബീബിൻ്റെ റൂഹുമായി, നമ്മുടെ റൂഹിൽ നിന്ന് ഹബീബിൻ്റെ റൂഹുമായി ഒരാത്മീയ ബന്ധം പണിയുകയാണ്, ഒരാത്മീയ പാലം പണിയുകയാണ്. അവിടുന്ന് നമ്മുടെ മാതൃകയാണ്, അവിടുന്ന് നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മുടെ ശഫാഅത്തിൻ്റെ ഉറവിടമാണത്. ആ ഹബീബിനെ ആ നിലക്ക് കാണാൻ നമുക്ക് കഴിയണം. മരിച്ചുപോയ മഹത്തുക്കളെ നമ്മൾ ഓർക്കുകയാണ്. ചപ്പനങ്ങാടി ഉസ്താദിനെ, സമസ്തയുടെ മഹാസാരഥികളായി കഴിഞ്ഞുപോയ ഒരുപാട് പണ്ഡിത വരേണ്യന്മാർ, ശംസുൽ ഉലമ തങ്ങളടക്കം, കണ്ണിയത്ത് ഉസ്താദ് അടക്കം, മഹാനായ അബ്ദുൽ ബാരി മുസ്ലിയാരടക്കം ഒരുപാട് മഹത്തുക്കൾ. അവരുമായൊക്കെ ഒരു ആത്മീയ ബന്ധം, അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, അവരെയൊന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ, ഇതൊക്കെ പുണ്യനബി അവിടെ തെളിച്ചുപോയ ഒരു വിളക്കിൻ്റെ വെളിച്ചം, അതിൻ്റെ ശേഷിപ്പുകളാണ് ഈ മഹത്തുക്കളിൽ നിന്ന് കിട്ടുന്നത്. സിയാറത്ത് ചെയ്യാൻ പറ്റുന്നിടത്ത് സിയാറത്ത് ചെയ്തിട്ട് തന്നെ ആ ബന്ധം സ്ഥാപിക്കണമെന്നാണ്. പുണ്യനബി ഉഹദിലേക്ക് പോകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാർക്ക് ചെറിയ തോന്നലുണ്ടാവാം, എന്തിനാ ഇപ്പോൾ പെരീന്ന് വരുന്ന കിട്ടൂലേ, ഉമ്മാൻ്റെ കബറിങ്ങ തന്നെ പോണോ, പാപ്പാൻ്റെ കബറിങ്ങ തന്നെ പോണോ, പെരീന്ന് തോരുന്നാലും കിട്ടൂലേ, അള്ളാഹ് എല്ലാറ്റിനും കഴിവുള്ള ആളല്ലേ. ആണ്. പക്ഷെ പുണ്യനബി എന്താ ചെയ്തത്? ജന്നത്തുൽ ബഖീഇലേക്ക് നബി തങ്ങൾ പോകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്നത്തുൽ ബഖീ എന്നൊരു ചെറിയ കുന്നാണ്. അവിടെ പോയിട്ട് അവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന സ്വഹാബിമാർക്ക് വേണ്ടി പുണ്യനബി ദുആ ചെയ്യും. വീട്ടിൽ നിന്ന് വരുന്ന പോരെ, 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഉഹദ്, വഫാത്തിന്റെ തൊട്ട് മുമ്പ് പോലും പുണ്യനബി ഉഹദിലേക്ക് പോയി. എന്തിന്? ഉഹദിലെ ശുഹദാക്കൾ ഹംസ തങ്ങൾ അടക്കമുള്ളവർ അവിടെ ഉണ്ട്. അംർ ബിൻ ജമുഹ് തങ്ങളുണ്ട് അവിടെ, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം തങ്ങളുണ്ട് അവിടെ, മുസ്അബ് ബിൻ ഉമൈർ തങ്ങളുണ്ട്. ഇവർക്കൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ഉഹദിലേക്ക് നബി തങ്ങൾ 3-4 കിലോമീറ്റർ യാത്ര ചെയ്തു പോകും. ഉഹദിലേക്ക് പെരീന്ന് വരുന്ന പോരെ, ഉഹദിലെ ശുഹദാക്കൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കണേ പടച്ചോനെ, എൻ്റെ സ്വഹാബിമാരാണവർ, അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പുണ്യനബിക്ക് വീട്ടിൽ നിന്ന് ദുആ ഇരുന്നാൽ ഹബീബിന്റെ ദുആ സ്വീകരിക്കൂലേ? സ്വീകരിക്കും. എന്തേ നബി പോയത്? മരണപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ ഭൗതിക ശരീരം കിടക്കുന്ന സ്ഥലത്തിന് പുണ്യമുണ്ട്. അവിടം ചെല്ലുമ്പോ അവരുമായൊരു ആത്മീയമായ ബന്ധം രൂപപ്പെടുന്നുണ്ട്. എന്നാ പുണ്യനബി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ തങ്ങൾ പറഞ്ഞത്, ഞാൻ മരിച്ചു കിടന്നാലും നിങ്ങൾ എന്നെ വന്ന് സിയാറത്ത് ചെയ്യണേ എന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മീയ ബന്ധമാണത്. മരിച്ചു എന്ന് കഴിഞ്ഞ് ചാപ്റ്റർ പൂട്ടി ക്ലോസ് ചെയ്ത് പോയി എന്ന് പറയരുത്. പറ്റുന്നവർ അവിടെ ചെല്ലണം, അവരുടെ ഖബറിന്റെ അരികിൽ ചെല്ലണം, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മഹത്തുക്കളുടെ സജ്ജനങ്ങളുടെ ഹദറത്തിൽ നിന്ന് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു അത് ഇഷ്ടപ്പെടും, ദുആക്ക് ഉത്തരണ്ടാവും. സജ്ജനങ്ങളുടെ ഖബറിന്റെ അരികത്ത് നിന്ന് ദുആ ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമ്മൾ സിയാറത്ത് ചെയ്യേണ്ടത്. ഇവിടുന്ന് വരുന്ന അല്ലാഹ് കേൾക്കാത്തത് കൊണ്ടാണ്. അല്ലാഹുവിനെ കേൾക്കാം, വഹുവസ് സമീഉൽ ബസീർ. പുണ്യനബി എന്തിന് ആ രോഗാവസ്ഥയിലും വിഷമിച്ചിട്ടും പുണ്യനബി ഉഹദിലേക്ക് പോയി? ചിന്തിക്കണം. എന്തിനു പോയി? ആത്മീയ ബന്ധം അങ്ങനെയാണ്. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധം അതാണ്. അവിടെ ചെന്ന് കാണണം, അവിടെ ചെന്ന് സലാം പറയണം. ഇവിടെ നിന്ന് സലാം പറഞ്ഞാൽ കിട്ടാത്തത് കൊണ്ടാണോ? അല്ല, പോകാൻ പറ്റുന്നവർ മഹത്തുക്കളെ, മുഅ്മിനീങ്ങളെ അവരുടെ അരികത്ത് ചെന്ന് സിയാറത്ത് ചെയ്യണം.
അങ്ങനെ കിട്ടുന്നൊരു ബന്ധമുണ്ട്, അങ്ങനെ കിട്ടുന്നൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം അതനുഭവിക്കാത്തവർക്ക് അറിയൂല. അവരിങ്ങനെ തത്വവും അതുപോലെ തന്നെ സിദ്ധാന്തങ്ങളും വലിയ വലിയ ആഴമേറിയ ഗഹനമേറിയ ചർച്ചകളും സിംബോസിയങ്ങളും ഒക്കെ നടത്തുന്നുണ്ടാകാം. പക്ഷെ മുഅ്മിനീങ്ങളുമായുള്ള ആത്മീയ ബന്ധം, അതിൻ്റെ അനുഭവം കിട്ടിയിട്ടില്ലാത്തവർ എന്ത് കണ്ടു? ഈ ദീനിന് എന്ത് കണ്ടു? ആ ബന്ധമില്ലാത്തവരുടെ മുഖത്ത് നിന്ന് പോലും അള്ളാഹു വെളിച്ചങ്ങൾ എടുത്തു കളയുന്നുണ്ട്. വെളിച്ചം കാണുന്നില്ല, വെളിച്ചം മുഖത്ത് നിന്ന് കാണുന്നില്ല. എന്നാൽ അവർ പറയുന്നു, ഖുർആൻ ഓതുന്നുണ്ട്, ദീനിന്റെ ആശയങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ മരിച്ചു പോയാൽ അതവിടെ തീർന്നു, പിന്നെ ഇതിന്റെ പിന്നാലൊന്നും പോണ്ട, തീർന്നു. അവർക്ക് കൊണ്ട് വരുന്നോ? മുഅ്മിനീങ്ങളുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കണം. അത് ഹബീബ് കാണിച്ചു തന്ന മാതൃക അതാണ്. ബറാഅത്തിന്റെ രാവിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ബഖീഇലുണ്ട്. ബറാഅത്തിന്റെ രാവിൽ ശഅബാൻ 15ന്റെ രാവിൽ ഹബീബായ നബി തങ്ങൾ ജന്നത്തുൽ ബഖീഇൽ നിലാവിന്റെ വെളിച്ചത്തിൽ പ്രാർത്ഥനയിലാണ്. അല്ലാഹുമ്മ ഗഫിർ ലി അഹ്ലിൽ ബഖീഅ്, അല്ലാഹുവേ ഈ ബഖീൽ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണമേ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എൻ്റെ ഹബീബിനെ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ ബെഡിൽ കാണുന്നില്ല. ഞാൻ പേടിച്ചു. പുണ്യനബി എന്നെ വിട്ട് എൻ്റെ കൂടെയുള്ള ഹബീബിൻ്റെ സഹഭാര്യ, എൻ്റെ കൂടെയുള്ള ഹബീബിൻ്റെ ഭാര്യമാരുടെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് തങ്ങൾ പോയതാണോ? ഞാനൊന്നും ഒരു ചെറിയൊരു ഇൻസ്പെക്ഷൻ നടത്തി നോക്കി, അവിടെ നിന്നും ആരുമില്ല, ഹബീബിനെ കാണുന്നില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നു നോക്കും, എനിക്ക് തോന്നി ബഖീഇലെങ്ങാനും കാണുമോ. നോക്കുമ്പോൾ ബഖീഇൽ ഒരാൾ കൈയുയർത്തി ദുആ ചെയ്യുന്നത് ഞാൻ കാണുന്നു നിലാവിൻ്റെ വെളിച്ചത്തിൽ. ഞാൻ ഒന്നുകൂടെ അടുത്തേക്ക് വന്നു, ഉറപ്പിച്ചു അത് നബി തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി തങ്ങളുടെ പ്രാർത്ഥന കഴിയുന്നത് വരെ ഞാൻ നിന്നു. ഹബീബ് തങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോ തീർന്നു എന്ന് കണ്ടപ്പോ ഞാനൊരു ഓട്ടമോടി വീട്ടിലേക്ക്, എന്നെ തങ്ങൾ കാണാതിരിക്കാൻ. ഞാൻ വീട്ടിൽ ചെന്ന് പുതപ്പിട്ട് മൂടിക്കിടന്നു. പുണ്യനബി റൂമിലേക്ക് കയറി വന്നു, സലാം പറഞ്ഞു. ഞാൻ മെല്ലെ സലാം അടക്കി, തങ്ങൾ കേൾക്കാത്ത പോലെ. ഞാൻ കിതക്കുന്നുണ്ട്. അപ്പം എന്നോട് നബി തങ്ങൾ മുട്ടിയിട്ട് ചോദിച്ചു, അല്ല ആയിഷ, ഈ ഷെഡിൽ കിടക്കുന്ന വണ്ടി എങ്ങനെ ഈ എൻജിൻ ചൂടാവുന്നതെന്ന് ചോദിച്ച പോലെ, എങ്ങനെയാണ് ആയിഷ ഈ കിടക്കണം, നിങ്ങളെങ്ങനെ ഈ കിതക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബിയേ എന്നോട് ക്ഷമിക്കണേ, ഞാൻ അങ്ങയുടെ പിന്നാലെ വന്ന് ഞാൻ ഓടി വന്നതാണ്. അപ്പം തങ്ങൾ പറഞ്ഞു, ആയിഷ നിങ്ങൾക്കറിയുമോ, അയ്യു ലൈലത്തിൻ ഹാദിഹി, ഇത് ഏത് രാവാണെന്നറിയുമോ? ഇത് ബറാഅത്തിന്റെ രാവാണ്. ഈ രാവിൽ അഹ്ലുൽ ബഖീഇന് വേണ്ടി ദുആ ചെയ്യാൻ ഞാൻ പോയതാണ്. ഹബീബിന്റെ മസ്ജിദുൻ നബവിയിൽ നിന്ന് ആയിരുന്നാൽ അവർക്ക് ഉത്തരം കിട്ടൂലേ? ഹബീബിന് ഉത്തരം കിട്ടൂലേ? എന്തിനു നബി നിങ്ങൾ നടന്നു പോകണം? മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങളുടെ അരികത്ത് പോകാൻ കഴിയുന്നവൻ അവരുടെ അരികത്ത് പോയിട്ട് തന്നെ ദുആ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നത് മുഅ്മിനും തമ്മിലുള്ള ആത്മീയമായ റുഹാനിയായ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ആഖിറത്തെ ഓർക്കാനാണ്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നതിനപ്പുറം അവിടെ ഒരു ആത്മീകമായ ബന്ധം സ്ഥാപിക്കുന്നുണ്ട് എന്ന് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അതിൻ്റെ മാതൃകകൾ സ്വഹാബത്തിൻ്റെയും മുൻഗാമികളുടെയും ജീവിതത്തിൽ ധാരാളം കാണാൻ കഴിയും. നമ്മൾ ആ ഹബീബിൻ്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നത് നമ്മളൊന്ന് ചേർത്ത് വെക്കുകയാണ് ഈ രാവിൽ. നമ്മുടെ സോഷ്യൽ മീഡിയ അതിൻ്റെ തരംഗം, ഏതൊരു കാലഘട്ടത്തിനും ചില തരംഗങ്ങൾ ഉണ്ടാവും. അതൊരു സമയം കഴിഞ്ഞാൽ പോകും. കുറച്ച് സമയത്തേക്ക് ഓരോരോ മൗജകൾ വരും. ആ തരംഗം അങ്ങ് തീരും, പിന്നെ പുതിയത് വരും. ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകളിൽ മനുഷ്യന്റെ മുഴുവൻ സമയവും മനുഷ്യൻ മൊബൈൽ ഫോണുകൾ, ഡാറ്റകൾ ഉണ്ടെങ്കിൽ മനുഷ്യൻ സ്ക്രോൾ ചെയ്ത് റീൽസുകളും അതും ഇതും നോക്കി അൺനെസസറി ആയിട്ട് മനുഷ്യൻ ഈ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് സമയം കൊന്ന് തള്ളുന്ന ഒരു കാലമാണിത്. വാല്യുബിളായ, നമുക്ക് ആവശ്യമുള്ളത്, മൂല്യമുള്ളത്, നമുക്ക് വേണ്ടത്, നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ ആഖിറത്തിലേക്കും നമ്മുടെ ദുനിയാവിലേക്കും അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള ഉപകാരപ്പെടുന്നത്, അത് നോക്കി അന്വേഷിക്കുന്നതിന് പകരം അതിൽ വന്നുകൊണ്ടിരിക്കുന്നതിനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന് സമയം കളയുന്നവർ. എന്നിട്ട് സുബഹിയില്ല, നിസ്കാരമില്ല,
പാതിരാത്രികളിൽ ഉറക്കമിളച്ച് കളഞ്ഞ് ജീവിതത്തിൻ്റെ വലിയ മൂല്യവത്തായൊരു സമയം മനുഷ്യൻ്റെ സ്ക്രീനിൽ അടിമപ്പെട്ടു പോകുന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിലുണ്ട്. അവർക്ക് സ്കൂൾ പോകാൻ പറ്റുന്നില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, അവർക്ക് മെമ്മറി വർക്ക് ചെയ്യുന്നില്ല. എന്തേ? ഉറക്കം ലഭിക്കുന്നില്ല. അതന്നെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന് പറഞ്ഞ പോലെ ശരീരത്തെ നിയന്ത്രിക്കുകയും ആ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വെക്കുകയും ചെയ്ത ആളുകൾ വിജയിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യന് തോന്നുന്നത് ചെയ്യാനുള്ളതല്ല ഈ ലോകം. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തിനാണ് ഇസ്ലാം? ഇവിടെ എന്തിനാണ് പ്രവാചകൻ? എന്തിനാണ് ഖുർആൻ? മനുഷ്യന്റെ ശരീരം ആഗ്രഹിക്കുന്നതും എനിക്കിഷ്ടമാണെന്ന് തോന്നുന്നതും മനുഷ്യന് പല വാക്കിലൂടെയും പറയാം. ഞാൻ മുസ്ലിമീങ്ങളോടാ പറയുന്നത്. സ്വതന്ത്രവാദികളോടോ യുക്തിവാദികളോടോ മതം വേണ്ടെന്ന് പറയുന്നവരോ പടച്ചോനില്ല എന്ന് പറയുന്നു, അവർക്ക് അവരുടെ പാടിന് പൊയ്ക്കോട്ടെ. മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തകളെയും നമ്മൾ നിയന്ത്രിക്കാൻ ബാധ്യസ്ഥരാണ്. നിയന്ത്രിക്കണം. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അതുകൊണ്ട് ഹബീബിനോട് വന്ന് ചോദിച്ചു, നബിയേ, വഹൽ യകുബ്ബുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം. നബിയേ, ഹബീബായ നബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ, അനുഹാസബു അലാ മാ നഖൂൽ. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാളെ ചോദ്യമുണ്ടോ നബിയേ? ഞങ്ങൾ പലതും ഇങ്ങനെ കളകള സംസാരിച്ചു പോകുന്നവരാണ്, പലതും പറഞ്ഞു പോകും. നമ്മൾ ചെയ്യുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ, പറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് എന്ത് ചോദ്യമാ നിങ്ങൾ ഈ ചോദിച്ചത്? മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ വാക്കുകളല്ലേ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വാക്കുകളാണ്. അത് ഇങ്ങനെ ലൈസൻസ് ഇല്ലാണ്ട് വിടാനുള്ളതല്ല. അത് കൃത്യമായ അളന്ന് മുറിച്ച്, തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും വെറുതെ പറയുന്നതാണെങ്കിൽ പോലും ആലോചിച്ചേ പറയാവൂ. മുആദേ, നിങ്ങൾക്കറിയുമോ, ജനങ്ങളുടെ മുഖം നിലത്ത് വലിച്ചുകൊണ്ട് മലക്കുകൾ ഒരു കൂട്ടം ആളുകളെ കാലിൽ പിടിച്ച് അവരുടെ മുഖം നിലത്ത് ഉരസുന്നുണ്ട്. അങ്ങനെ കാലിൽ പിടിച്ച് മുഖം ഉരസിയിട്ട് നരകത്തിലേക്ക് അവരെ ഫ്ലോറിൽ റബ്ബ് ചെയ്ത് വലിച്ചു കൊണ്ടുവരുന്ന പോലെ നരകത്തിലേക്ക് അവരെ കാസ്റ്റ് ചെയ്യുമ്പോൾ, വലിച്ചെറിയുമ്പോൾ, മുആദേ, നിങ്ങൾ അറിഞ്ഞോ, അങ്ങനെ എറിയപ്പെടാൻ കാരണമായത് അവര് പറഞ്ഞതും എഴുതി വെച്ചതുമാണ്, അവര് പറഞ്ഞ വാക്കുകളാണ്. എന്നാ വാക്കുകൾ എഴുതി വെക്കുക, ടൈപ്പ് ചെയ്യാൻ, മനുഷ്യൻ പോസ്റ്റ് ചെയ്യാൻ, അവനവൻ്റെ അക്കൗണ്ട്, ഫേക്ക് അക്കൗണ്ടും അല്ലാത്ത അക്കൗണ്ടും ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ, അടിച്ചെഴുതി വിടുകയാണ്. ഏതൊന്ന് പറയാൻ പാടില്ലയോ അത് എഴുതാനും പാടില്ലെന്നാണ്. മുആദേ, ഇല്ലാ വഹൽ യകുബ്ബുന്നാസ അലാ വുജൂഹിഹിം. വേറെ റിവായത്തിൽ ഔ ഖാല അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. മനുഷ്യനോട് വാക്കുകളെ നിയന്ത്രിക്കണമെന്ന് പഠിപ്പിക്കാൻ വന്ന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹും ത്വലാഖും മനുഷ്യൻ പറയുന്ന വാക്കുകളെ ആസ്പദമാക്കിയുള്ളതാണ്. മനുഷ്യന്റെ വാക്കാണ്, നാവിലൂടെ വരുന്ന 1-2 വാചകങ്ങളാ നിക്കാഹും ത്വലാഖും. റജ്അത്തും തിരിച്ചെടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. പണമിടപാടുകൾ എങ്ങനെയാണ്, കച്ചവടം എങ്ങനെയാണ്, സാംസ്കാരിക ബന്ധങ്ങൾ എങ്ങനെയാണ്, നിലപാടുകൾ എങ്ങനെയാണ്, എല്ലാം മനുഷ്യന്റെ വാക്കുകളാണ്. ജറാഹാത്തുസ്സിനാനി ലഹൽ തിയാമു, ജറാഹാത്തുസ്സിനാനി ലഹൽ തിയാമു വലാ യൽതാമു മാ ജറഹൽ ലിസാനു. കുന്തമുനകളെ കൊണ്ട് ആഴത്തിൽ കുത്തിയാൽ, അത് ശരീരത്തിൽ മുറിവേറ്റാൽ, ആ കുന്തമുന കാരണമുണ്ടായ മുറിവ് മാറിപ്പോയേക്കും. ചിലപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ അടയാളമൊക്കെ ഉണ്ടാവും, മുറിവ് മാറും. എന്നാൽ വലാ യൽതാമു മാ ജറഹൽ ലിസാനു, മനുഷ്യന്റെ നാവ് കൊണ്ടുണ്ടാക്കിയ മുറിവ് മാറാൻ വലിയ പ്രയാസമാണ് അല്ലേ? നാവിൻ്റെ മുറിവ് മാറാൻ പ്രയാസമാണ്. അല്ലാത്ത മുറിവൊക്കെ ഓയിൻമെന്റ് തേച്ചാൽ മാറിയെന്ന് വരും, തുന്നിപ്പിടിപ്പിച്ചാൽ കൂടിച്ചേർന്നെന്ന് വരും. എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ,
എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ? മനുഷ്യന്റെ മനസ്സിനേൽക്കുന്ന മായാത്ത ചില മുറിവുകളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മുആദേ, നമ്മൾ ചെയ്യുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ, പറയുന്നതിന് കുഴപ്പമില്ല എന്ന് എവിടുന്നാ നിങ്ങൾ മനസ്സിലാക്കിയത്? മനുഷ്യൻ പറഞ്ഞ വാക്കുകളെ കൊണ്ടല്ലയോ ആ ആളുകളെ മുഖത്ത് വലിച്ചിഴച്ചിട്ട് മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്? കൈപിടിച്ചുകൊണ്ട് തള്ളല്ല, മുഖം നിലത്ത് കുത്തി വലിച്ചു കൊണ്ടുപോകും ചില ആളുകൾ. അങ്ങനെ എന്തേ? ആ മുഖം ഉപയോഗിച്ചുകൊണ്ടായി പറയണതൊക്കെ. ചില ആളുകളെ കയ്യും കാലും കൂട്ടിപ്പിടിച്ച് തൂക്കിയെറിയുന്നതാണ് നരകത്തിലേക്ക്. യാ അല്ലാഹ്, അല്ലാഹുമ്മ അഇദ്നാ മിനന്നാർ മിൻ അദാബിഹാ വഹമീമിഹാ വസമൂമിഹാ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് നീ കാത്തുകൊള്ളണേ പടച്ചവനെ. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. അതുകൊണ്ടാണ് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിഷൻ വലാ മുതഫഹിഷാ. ഒരു ഫൗൾ ലാംഗ്വേജ്, മോശപ്പെട്ട പ്രയോഗങ്ങൾ പുണ്യനബി ഉപയോഗിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോശപ്പെട്ട ഒരു വാക്ക് ഹബീബ് ഉപയോഗിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോശപ്പെട്ട ഒരു വാക്ക് നബി ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ. നിബിതങ്ങളെങ്ങാനും ആരെയെങ്കിലും അവർ ചെയ്ത പ്രവർത്തനങ്ങളിൽ അവരോട് വെറുപ്പുണ്ടെങ്കിൽ ഹബീബായ നിബിതങ്ങൾ ഏറ്റവും ദേഷ്യം പിടിക്കുമ്പോൾ പറയുന്ന വാക്ക് മാലഹു തരിബ ജബീനു. മാലഹു, എന്താണ് അയാൾക്ക് പറ്റിയത്? തരിബ ജബീനുഹു, അയാളുടെ നെറ്റി മണ്ണിൽ കുത്തട്ടെ, അയാളുടെ നെറ്റി മണ്ണിൽ ഉരസട്ടെ. അതൊരു പ്രയോഗമാണ്, ദേഷ്യപ്പെടുമ്പോൾ പറയുന്ന വാക്കാണ്. അതിൽ വല്ല അസഭ്യമുണ്ടോ? നെറ്റി മണ്ണ് അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. നെറ്റി മണ്ണിൽ ഉരസട്ടെ. മാലഹു തരിബ ജബീനുഹു എന്ന് പറയും. അതിനപ്പുറത്തേക്ക് തങ്ങള് ചീത്ത പറയൂല. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ വലിയൊരു വിഷയം, നമ്മളൊക്കെ പഴമക്കാരൊക്കെ പറയുന്നൊരു ഉളുപ്പില്ലാതെ എന്നൊക്കെ പറയില്ലേ? ഉളുപ്പില്ലാതെ മോശപ്പെട്ട വാക്കുകൾ പറയാ. അത് പ്രാങ്ക് കോളാണെങ്കിലും അല്ലെങ്കിലും ചില ആളുകൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ടാഗ് ചെയ്ത് ആരെങ്കിലും വെച്ച കമന്റ് മേലെ വെച്ചിട്ട് കൊടുക്കുന്ന മറുപടിയാണെങ്കിലും തോന്നിവാസം ഉറക്ക വിളിച്ചു പറയാ. അതിൽ ഉമ്മ, വാപ്പ, കുടുംബം എല്ലാവരും വരും, അവരൊക്കെ ചീത്ത പറയും. പിന്നെ പൊറുക്കപ്പെട്ട കുറെ ജീവികളുടെ പേരും അതിൽ വരും. ഇങ്ങനെ തോന്നിവാസം പറയാ. അത് കേൾക്കാനും അത് ലൈക്ക് ചെയ്യാനും അതിനും കുറെ ആൾക്കാർ. പച്ചയായ വ്യഭിചാരത്തിന്റെ പച്ചയായ ആംഗ്യവിക്ഷേപങ്ങളും വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന വിധമുള്ള ബോഡി ലാംഗ്വേജുകളും അങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുത്ത് വിടുന്ന പെണ്ണുങ്ങൾ, ആണുങ്ങൾ, അതിനൊന്നൊരു കുഴപ്പമില്ല. അതിനൊക്കെ കൈകൊട്ടി സ്വീകരിക്കാനും ലൈക്കടിക്കാനും കുറേ ആൾക്കാരിയ്ക്കുക. നമ്മൾ പൊതുസമൂഹത്തോടല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. നമുക്കിത് പറ്റില്ല. നമുക്കിവിടെ ചില നിയന്ത്രണങ്ങൾ വേണം. എല്ലാം വിളിച്ചു പറയാൻ പറ്റില്ല. നിങ്ങളൊരു മുസ്ലിം പേര് നിങ്ങളിലുണ്ടോ? ഒരു സംസ്കാരം പുണ്യനിബിതങ്ങൾ പഠിപ്പിച്ചു തന്നത് ചേർത്ത് വെക്കേണ്ടതുണ്ട് കൂടെ. അങ്ങനെ ആളുകൾക്ക്, നാട്ടുകാർക്ക് മുഴുവനും തോന്നിവാസം വെച്ച് മറുപടി പറയാൻ നിന്നാൽ നമ്മുടെ അമലുകൾ വല്ലതും ബാക്കിയുണ്ടാവോ? നമ്മുടെ തോളിലും നമ്മുടെ ഹിസാബിലും നമ്മുടെ റെക്കോർഡിലും എന്തെങ്കിലും ബാക്കിയുണ്ടാവോ? ആളുകൾ എന്തൊക്കെ പറയും? ആളുകൾ പറയുന്നത് മറുപടി കൊടുക്കാൻ നിൽക്കുക. തോന്നിയത് പറയും, എഴുതിയെന്ന് വരും. കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാൻ കഴിയുന്ന വിധം അതിലിടപെടാൻ കഴിയുന്നവർ മാത്രമേ ആ മേഖല കൈകാര്യം ചെയ്താൽ മതി. അല്ലാതെ ഓരോരുത്തരും പറയുന്നതിന് ഇങ്ങനെ മറുപടി കൊടുക്കുക, അതും പച്ചയായ അസഭ്യം വിളിച്ചു പറയാ. മനുഷ്യന്റെ കിടപ്പറ രഹസ്യങ്ങൾ വിളിച്ചു പറയാ. ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ വരുന്നത്, അതിൻ്റെ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്തുന്നത്, മനുഷ്യനിൽ നിന്ന് തിന്മകൾ ഉദ്ദീഭവിക്കുന്ന വിധമുള്ള ചിന്തകളെ പൊതുസമൂഹത്തിന് വിളമ്പിക്കൊടുക്കുന്നത്, ഇതൊക്കെ മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട്. നമ്മളിത് ചെയ്യാൻ പാടില്ല.
നമ്മളത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ റസൂലിനത് ഇഷ്ടമായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷാ. അവിടുന്ന് മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞിരുന്നില്ല. കുട്ടികളൊക്കെ സ്കൂളിലും ഈ മദ്രസയിലാണെങ്കിലും പൊതു സ്ഥലത്താണെങ്കിലും ആദ്യം പഠിക്കുന്നത് ഒരു ഭാഷയിലെ മോശപ്പെട്ട വാക്കുകളായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കുറച്ച് കുട്ടികളൊക്കെ ഡീസൻസിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ കുറേ വേർഡ്സ് അസഭ്യം പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ കുട്ടികൾ ഞാൻ അധ്യാപകനാണ്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ കുട്ടികൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കാണുമ്പോൾ അവർ പറയാ, സാർ എന്നെക്കുറിച്ച് ആ കുട്ടി എസ് വേർഡ് പറഞ്ഞു, എഫ് വേർഡ് പറഞ്ഞു, എൻ ആൽഫബറ്റിലെ എല്ലാ അക്ഷരങ്ങൾക്കും ഒരു തോന്നിയാസ വേർഡ് ഉണ്ട്. ഈ ആൽഫബറ്റ് മുഴുവൻ പറയും. അതും ഒരു നല്ലതാ. ആ പറഞ്ഞ വാക്ക് ആവർത്തിക്കാതിരിക്കേണ്ടത്. എന്നെപ്പറ്റി ഇവൻ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞവൻ പറഞ്ഞ വാക്ക് ആവർത്തിക്കുകയാണെങ്കിൽ അത് മോശമാണല്ലോ. അപ്പോൾ പറയും എസ് വേർഡ് പറഞ്ഞു, എൻ വേർഡ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അക്ഷരങ്ങൾ എ വേർഡ് പറഞ്ഞു, ബി വേർഡ് പറഞ്ഞു എന്ന് വന്ന് പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാ ഭാഷയിലും മനുഷ്യൻ്റെ രഹസ്യഭാഗങ്ങളെ സൂചിപ്പിക്കുന്നത്, മനുഷ്യൻ്റെ സ്വകാര്യതകളെ സൂചിപ്പിക്കുന്നത്, ആൺ പെൺ സംസർഗത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഇതൊക്കെയായിരിക്കും കേട്ടാൽ ഉടനെ ഗ്രാസ്പ് ചെയ്യും കുട്ടികൾ. നമ്മളെ മലയാളികളൊക്കെ ഉണ്ട് അറബികൾക്ക് പച്ചയായ തോന്നിവാസം പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ അറബി ഇങ്ങനെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ പറയാം, സാധുവിന് അറിയില്ല ഈ പറയണത് പറയാൻ പാടില്ലാത്ത വാക്കാണെന്ന്. വിപ്രന്ന് ചിരിക്കുന്നുണ്ടാവും. അർബാബ് പറയട്ടെ എന്നും പറഞ്ഞിട്ട് ചെയ്യരുതത്. അങ്ങനെയൊന്നും തമാശകൾക്കൊക്കെ ചില നിയന്ത്രണങ്ങൾ വേണം എന്ന് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടതുണ്ട്. തമാശ എന്ന് പറയുമ്പോൾ അതിർവരമ്പുകളെ ലംഘിക്കരുത്. എനിക്ക് തോന്നുന്നു ഇത്തരം ഉണർത്തലുകളൊക്കെ എത്രയോ നേരത്തെ സജീവമായും സമൂഹത്തിൽ പണ്ഡിതന്മാർ ഇടപെട്ടുകൊണ്ട് ചെയ്യേണ്ടതായിരുന്നു. വളരെ വൈകിപ്പോയി. കുറേ ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, കേൾക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആഭാസം ഒരു കലയായി മാറ്റുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഹബീബായ നബി തങ്ങൾ പറയട്ടെ, ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅദരിൻ ജവാൽ. ജഅദരി ഉതീതു ജവാമിഅൽ കലിം. വാക്കുകളിൽ ഏറ്റവും അർത്ഥമേറിയ വാക്കുകൾ, അക്ഷരങ്ങൾ ചുരുങ്ങിയത്, ആശയങ്ങൾ വിശാലമായത്, അത്തരം വാക്കുകളെ എടുത്തു പറയാനുള്ള ഒരു കഴിവ് അള്ളാഹു എനിക്ക് തന്നതാണെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട ഒന്നാണിത്. ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅദരിൻ ജവാൽ. ജഅദരി. ഞാൻ ഈ ഹദീസ് കണ്ടപ്പോൾ പടച്ചോനെ എന്തായിരിക്കും ഈ ജഅദരി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കല്ല. ജഅദരിൻ ജവാൽ. ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅദരിൻ ജവാൽ സഖാബിൻ ബിൽ അസ്വാഖ് ജീഫത്തിൻ ബിൽ ലൈൽ ഹിമാരിൻ ബിൻ നഹാർ ആലിമിൻ ബിദ്ദുനിയാ ജാഹിലിൻ ബിൽ ആഖിറ. മുസ്ലിം ഉമ്മത്തിന്റെ അറിവില്ലായ്മയിലൂടെ സഞ്ചരിക്കുന്ന ഒരു തലമുറയുടെ ഒരു നേർചിത്രമാണോ ഹബീബി പറയുന്നത്? ഇന്നല്ലാഹ യുബ്ഗിദു. അല്ലാഹുവിന് ഇഷ്ടമല്ല, അല്ലാഹു ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇനി ശേഷം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അള്ളാന്റെ കോപമിറങ്ങുന്നുണ്ട്. ആ കോപമിറങ്ങിയാൽ ചുറ്റുവട്ടങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോകുന്നത് കാണാം. ചുറ്റുവട്ടങ്ങളിൽ നിന്നും പുഞ്ചിരികൾ അസ്തമിക്കുന്നത് കാണാൻ കഴിയും. ചുറ്റുവട്ടങ്ങളിൽ നിന്നുമുള്ള വിളക്കുകൾ അണയുന്നത് കാണാൻ കഴിയും. എന്തേ? അല്ലാമുൽ ഗുയൂബായ അല്ലാഹുവിന്റെ ദേഷ്യം ഈ മനുഷ്യന്റെ തലയിൽ വന്ന് വീണിരിക്കുകയാണ്. ആരാണതെന്നറിയണ്ടേ? കുല്ല ജഅദരിൻ ജവാൽ. ജഅദരി എന്ന് പറയുന്നത് അൽ ഗലീദുൽ മുതകബ്ബിർ, പരുഷമായ പെരുമാറ്റമുള്ള, ഒരു നന്മയും അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ധിക്കാരികൾ. ആര് പറഞ്ഞു കൊടുത്താലും ആ പറഞ്ഞ ആൾക്കാരെ ട്രോളും, അവരെ കളിയാക്കും, അവരെ പരിഹസിക്കുക. നല്ലത് പറഞ്ഞു കൊടുത്താൽ അവരെ പരിഹസിക്കുക. അതൊരു കലയാണെന്ന് അപ്പത്തെ കാലത്ത് അതൊരു കലയാണ്.
ആർക്കും ആരെയും ഉപദേശിക്കേണ്ട എന്ന് തോന്നുന്നൊരു കാലം. മുസ്ലിമീങ്ങളോടാണ് ഞാൻ പറയണത്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കിയ വേറെല്ലൊന്നും കത്തിമോലെടുത്ത് വരാൻ നിൽക്കേണ്ട. ഞാൻ എൻ്റെ സമൂഹത്തോടാണ് പറയണത്. നമുക്കൊരു ഡിസിപ്ലിൻ വേണം. മുസ്ലിമീങ്ങൾക്ക് ഡിസിപ്ലിൻ വേണം. മുസ്ലിം നാമം വെച്ചിട്ട് ID ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ടിക്ടോക്കിലും എവിടൊക്കെയാണോ, യൂട്യൂബിലാണോ മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രതിനിധികളായി മനസ്സിലാക്കപ്പെടാൻ ഇടയുള്ളവർ, അവർ ഒരു ഡിസിപ്ലിൻ, ഒരു മാനർ, സം എറ്റിക്കറ്റ്സ് ഷുഡ് ബി ഫോളോഡ്. നിർബന്ധമാണ് ഈ ഉമ്മത്തിന് വിചാരിച്ച്. നമ്മളൊരു സംസ്കാരത്തിൻ്റെ ആളുകളാണ്. നമ്മൾ തോന്നിയത് പെൺകുട്ടികൾ നല്ല ഹിജാബ് കിട്ടുന്നുണ്ടാവും, തല മറച്ചിട്ടുണ്ട്, ഒരു യൂട്യൂബറാണ്, എന്നിട്ട് ബോഡി മൊത്തം എക്സ്പോസ്ഡ് ആണ്, വാക്കുകൾ അസഭ്യമായത് പറയാ, വ്യഭിചാരത്തെ സൂചിപ്പിക്കുന്ന ടാബൂസ്. എന്ത് സംസ്കാരമാണ് പടച്ചവനെ! എന്ത് ഹിജാബികളാണ് ഈ കുട്ടികൾ! അവർ കാണിച്ചു കൂട്ടുന്ന ചില ഡാൻസുകൾ, ചില പെർഫോമൻസ് ദീനിനോ അവർ കൊണ്ടു നടക്കുന്ന സംസ്കാരത്തിനോ വേഷവിധാനത്തിനോ പോലും യോജിക്കുന്നതാണോ എന്ന് പൊന്നുമക്കളെ ഒന്ന് ആലോചിച്ച് ചെയ്യണേ. ദയവ് ചെയ്ത് പുണ്യ നബിയുടെ ഉമ്മത്തികളായി നാളെ ഹബീബിനോട് ഷഫാഅത്ത് ഇരന്നു വാങ്ങേണ്ടവരാണ് നമ്മൾ. ഹബീബിന്റെ അരികത്ത് ചെന്ന് പുണ്യ നബിയെ ഇശ്ഫഇല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് മാപ്പിനെ ചോദിക്കണേ എന്ന് ഹബീബിനോട് ഷഫാഅത്ത് ചോദിക്കേണ്ട ആളുകളായിരിക്കും നമ്മൾ. നമ്മൾ ഇന്നഹു ലൻ യുദ്ഖില അഹദകുമുൽ ജന്നത അമലുഹു, നിങ്ങളിൽ ആരുടെയെങ്കിലും ചെയ്ത നിസ്കാരമോ നോമ്പോ ഹജ്ജോ ദാനമോ, നിങ്ങൾ കൊടുത്ത പാട്ടപ്പിരിവിന് വരുമ്പോൾ ബക്കറ്റിലിട്ട് കൊടുക്കുന്നത്, ദാനം ചെയ്തു കൊടുക്കുന്ന നിങ്ങളുടെ ഈ സംഭാവനകളെ കൊണ്ട് നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടാം, സ്വർഗം കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പിന്നെയോ? അപ്പൊ അവര് ചോദിച്ചു, നബിയെ വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയും അങ്ങനെ തന്നെയാണോ? പറഞ്ഞു വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ അങ്ങ് പൊതിഞ്ഞാലല്ലാതെ എനിക്കും എൻ്റെ കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ല. പിന്നെയോ? അല്ലാഹുവിൻ്റെ ഔദാര്യം വേണം. ഔദാര്യം കിട്ടണമെങ്കിൽ അള്ള പറഞ്ഞ പോലെ ദുനിയാവിൽ ജീവിക്കണം. അപ്പം അതിന് ദാനം ചെയ്യണം, സ്കരിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, സമൂഹത്തെ സേവിക്കണം, ഇൽമിനും അമലിനും പ്രാധാന്യം കൊടുക്കണം. അത് ചെയ്യുന്നിടത്തെ അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭിക്കും. നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ലെന്നാ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഹബീബിൻ്റെ ഷഫാഅത്ത് നമ്മൾ ചോദിച്ച് യാചിച്ചു വാങ്ങിക്കേണ്ടവരാണ്. ആ പേര് വെച്ച് നടക്കുമ്പോഴേ. അതുകൊണ്ട് എൻ്റെ പ്രിയങ്കരരായ സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്ന ആളുകൾ ദയവ് ചെയ്ത് അത്തരം ചില എറ്റിക്കറ്റുകൾ നമ്മൾ പാലിക്കുക. നമ്മൾ ഓരോരുത്തരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധ്യത്തോടുകൂടെ ദീനിന്, പുണ്യനിബിധങ്ങളുടെ നമുക്ക് പഠിപ്പിച്ചെന്ന സംസ്കാരത്തിന് വിരുദ്ധമായ രീതിയിൽ കല എന്ന ഒരു ലേബലിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രം നമ്മൾ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ സമ്പാദിക്കാനുള്ള ഈ ശ്രമം അത് വളരെ ബലഹീനമാണ്. അത് ചെയ്യരുത്. പുണ്യനബി ഞങ്ങൾ പറയാൻ അള്ളാഹുവിന് ദേഷ്യമാണ്. പടച്ചവൻ ദേഷ്യം പിടിച്ചാൽ പിന്നെ എന്ത് കിട്ടാനാണ്? മാദാ ഹസല മല്ലം യഹ്സുലില്ലാഹ്, അള്ളാഹുവിനെ കിട്ടാത്തവന് എന്താ കിട്ടിയത്? മാദാ ഖസിറ മൻ ഹസലല്ലാഹ്, അള്ളാഹുവിനെ കിട്ടിയവന് എന്ത് നഷ്ടം അവിടെ സംഭവിച്ചത്? അള്ളാഹുവിനെ കിട്ടുക തന്നെയല്ലേ വലുത്. അത് കിട്ടിയവന് ഇനി എന്ത് നഷ്ടമായെങ്കിൽ എന്താ? അവൻ എന്ത് നഷ്ടം സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. റബ്ബിനെ കിട്ടിയില്ല, വ്യൂവേഴ്സിന്റെ ഫോളോവേഴ്സിന്റെ എന്ത് കിട്ടി? മാദാ ഹസല മൻ ഖസിറല്ലാഹ്, what have you learned, what have you earned when you lost Allah? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ ദേഷ്യമാണ് കുല്ല ജഅദുരീൻ ജവാദ്, നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാതെ കൊഞ്ഞനം കാണിക്കുന്ന അഹങ്കാരിക്കാണ് ജഅദുരി എന്ന് പറയുന്നത്. നല്ലത് പറഞ്ഞു കൊടുത്താൽ കേൾക്കും, അത് കളിയാക്കുക, അതിനെ ട്രോൾ ചെയ്യുക. ജവാദ്, ജവാദ് എന്ന് പറയുമ്പോൾ വാരിക്കോരി കൂട്ടണം എന്ന് ചിന്തിക്കുകയും തൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ദാനമായി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന അറുപിശുക്കന്മാർ, അവരാണ് ജവാദ്. അവരെല്ലാവരും അവനവൻ്റേത് എനിക്ക് 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 എന്ന് പറയും. അവരിൽ നിന്ന് ആർക്കും ഒന്നും കൊടുക്കില്ല. അങ്ങനത്തെവർ അല്ലാഹുവിൻ്റെ ദേഷ്യം വരും.
അവരുടെ കച്ചവടം തകരും, അവരുടെ മനക്കോട്ടകൾ ഇടിഞ്ഞു പൊളിയും. എന്തേ? അള്ളാഹുവിൻ്റെ കോപം അവരിൽ സംഭവിച്ചിരിക്കുകയാണ്. പിന്നെ പറഞ്ഞു സ്വഹാബിൻ ബിൽ അസ്വാഖ്, അങ്ങാടികളിൽ ഒച്ച വെച്ച് സംസാരിക്കുന്ന ആളുകൾ. ഇത് പുരുഷന്മാരെ കുറിച്ചേ പറഞ്ഞത്, അത് പെണ്ണുങ്ങൾ കൂടെ ഏറ്റെടുത്ത എന്തായിരിക്കും അവസ്ഥ? ഒച്ച വെച്ച് ചിരിക്കുക, ഒച്ച വെച്ചിട്ട് ആർത്ത് തിമർത്ത് ഉല്ലസിക്കുക, അത് ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് ഡാൻസ് കളിച്ചിട്ടും അല്ലാതെയും. മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളോടെ പറയണം കേട്ടോ, അല്ല സ്വതന്ത്രവാദികളൊന്നും എണീറ്റ് വരണ്ട, നിങ്ങളോട് കിടന്നോളൂ, നിങ്ങളോടല്ല പറയുന്നത്. മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളോട് പറയാം. അവർ ഹിജാബ് ധരിച്ചിട്ടുണ്ട്, നല്ല അച്ചടക്കമുള്ള വേഷവിധാനമാണ്, പക്ഷെ ചെയ്യുന്ന പണി ഈ ദീനിൻ്റെ സംസ്കാരത്തിനോട്, പുണ്യനബി തങ്ങൾ പറഞ്ഞ അധ്യാപനത്തോട് യോജിക്കുന്നില്ല. തിരുത്തണ്ടേ? നമ്മൾ തിരുത്താൻ തയ്യാറല്ലാത്തവരെയാണ് ജഅദരി എന്ന് പറയുന്നത്. പുരുഷന്മാരോട് പറയാ അങ്ങാടികളിൽ ഒച്ച വെച്ച് സംസാരിക്കരുത്. സൂപ്പർ മാർക്കറ്റിലാണ്, ഒരു ഷോപ്പിൽ കയറാൻ, കച്ചവടം നടക്കുന്നിടത്താണ് ബഹളം വെച്ച് സംസാരിക്കുക, അത് ചെയ്യരുത്.